എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 5 കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ 5 പ്രധാനപ്പെട്ട വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ അതിലെ പ്രധാനപ്പെട്ട ഏരിയാസിന് റെഫറൻസ് മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 5 ടോപ്പിക് നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ റിവൈസ് ചെയ്യണം. കാര്യം ഡിഗ്രി ലെവൽ പ്രിലിംസിന് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്പോർട്ടിംഗ് ഈവൻറ്റ്സ് ആണ്. കഴിഞ്ഞൊരു 5 വർഷത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾമോസ്റ്റ് എല്ലാ തവണയും സ്പോർട്ടിംഗ് ഈവൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു സ്പോർട്ടിംഗ് ഈവൻറ്റ്സിന് 2 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് റീസെൻ്റ്ലി കൺക്ലൂഡഡ് ആയിട്ടുള്ള സ്പോർട്ടിംഗ് ഈവൻറ്റ്സ് ഉണ്ട്. രണ്ടാമത്തേത് അപ്കമിങ് ആയിട്ടുള്ള സ്പോർട്ടിംഗ് ഈവൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി കൺക്ലൂഡഡ് ആയിട്ടുള്ള സ്പോർട്ടിംഗ് ഈവൻറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 ഈവൻറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന് 2025 നടന്നിട്ടുള്ള വുമൻസ് ODI വേൾഡ് കപ്പ്. അത് ഇന്ത്യ ജയിക്കുകയുണ്ടായി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. കുറച്ച് പഴയതാണെങ്കിലും ഇപ്പോഴും വളരെ റിലവൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ നോട്ട്സിനകത്ത് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. കോമൺ സർവീസിൻ്റെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോട്ട് 3 ആ ഒരു നോട്ടിൽ ഈ ഒരു വുമൻസ് ODI വേൾഡ് കപ്പിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കവറേജ് ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെഫർ ചെയ്യാവുന്നതാണ്. അടുത്തത് ഈയിടെ കഴിഞ്ഞിട്ടുള്ള 2026 T20 വേൾഡ് കപ്പാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. നിങ്ങൾ നല്ല രീതിയിൽ അത് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത 2026 വിൻ്റർ ഒളിമ്പിക്സ് ആണ്. അത് ഫെബ്രുവരിയിലാണ് 2026 വിൻ്റർ ഒളിമ്പിക്സ് നടക്കുകയുണ്ടായത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാര്യം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മനസ്സിലാവും. പലപ്പോഴും വിൻ്റർ ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് പല രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെന്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മാസ്കോട്ട് ആരാന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലെ വിന്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന വളരെ ഇൻഡെപ്തിൽ കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് 2026 വിൻ്റർ ഒളിമ്പിക്സ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു റിവിഷൻ പോയിന്റ്സ് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് റെഫർ ചെയ്യാവുന്നതാണ്. റീസെൻ്റ്ലി കൺക്ലൂഡ് അല്ലെങ്കിൽ പോലും ഒളിമ്പിക്സ് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ 2024 ഒളിമ്പിക്സ് നടക്കുകയുണ്ടായി. 2026 ആണെങ്കിൽ പോലും ഇപ്പോഴും ആ 2024 ഒളിമ്പിക്സിനെ പറ്റിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഒളിമ്പിക്സും അതുപോലെ തന്നെ പാരലിമ്പിക്സും കുറച്ചൊക്കെ ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ അപ്കമിങ് ഈവൻറ്റ്സ് ആണ് നോക്കുന്നത്. അപ്കമിങ് ഈവൻറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വർഷം നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ഈവൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്കമിങ് ഈവൻറ്റ്സിൻ്റെ ഒരു ജിസ്റ്റ് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. റിവിഷൻ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 3 പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് ഫിഫ വേൾഡ് കപ്പ്. 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് തൊട്ടടുത്ത് തന്നെ നടക്കാൻ പോവുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഒരു വർഷത്തെ എല്ലാ എക്സാംസിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ എത്ര ടീംസ് പങ്കെടുക്കും, അതിൻ്റെ മാസ്കോട്ട് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ഒക്കെ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. അടുത്ത മറ്റൊരു ഈവൻറ്റ് എന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അതും 2026 നടക്കാൻ പോകുന്നത്. ആ ഒരു കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. അതിൻ്റെ മാസ്കോട്ട് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ടുള്ള ഏഷ്യൻ ഗെയിംസും ഇക്കൊല്ലം നടക്കുന്നതാണ്. അതിനെപ്പറ്റിയും ഈ ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ കൂടെ പറയുന്നു, ഈ ഒരു അപ്കമിങ് ഈവൻറ്റ്സിൻ്റെ ഒരു ജിസ്റ്റ് റിവിഷൻ പോയിന്റ്സ് ആയിട്ട് നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെഫർ ചെയ്യാവുന്നതാണ്. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അപ്കമിങ് ഈവൻറ്റ്സ് നമ്മളിവിടെ ഈ 3 ഈവൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പം ഓൾറെഡി കൺക്ലൂഡ് ചെയ്ത ഇവൻറ്റ്സിൻ്റെ കാര്യമാണെങ്കിൽ പോലും അടുത്ത ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത വിൻ്റർ ഒളിമ്പിക്സ് എവിടെയാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത T20 വേൾഡ് കപ്പ് എവിടെയാണ്, വുമൻസ് ODI വേൾഡ് കപ്പ് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അടുത്ത പ്രധാനപ്പെട്ട രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നോബൽ പ്രൈസ് ആണ്. സ്ഥിരം ചോദിക്കുന്ന ഒരു മേഖലയാണ്. ചോദ്യങ്ങളുടെ രീതി കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആദ്യമൊക്കെ ചോദിച്ചിരുന്നത് ആ ഒരു വർഷത്തെ നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിന്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷനൊക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത്. ഇപ്പം കുറച്ചും കൂടി ഇൻഡെപ്തിൽ നമ്മളത് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം സയൻസിൻ്റെ ഭാഗമായിട്ട് കറണ്ട് അഫയേഴ്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നോബൽ പ്രൈസ്. അറ്റ്ലീസ്റ്റ് 2025 24 നോബൽ പ്രൈസ് വിന്നേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസും നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ പീസ് പ്രൈസ് പോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോബൽ പ്രൈസിൻ്റെയൊക്കെ ലാസ്റ്റ് ഒരു 5 വർഷത്തെ വിന്നേഴ്സിൻ്റെ പേര് ഓർത്ത് വെക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോട്ട് 1 ഈ നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ അവരുടെ കോൺട്രിബ്യൂഷൻ ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
അടുത്തത് ISRO റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ്. കഴിഞ്ഞ ഒരു വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ ISRO ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് എപ്പോഴും ചോദിച്ചു വരുന്നൊരു ടോപ്പിക്കാണ്. സാറ്റലൈറ്റ് ലോഞ്ചസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മിഷൻസ്, അങ്ങനെയുള്ള ISRO റിലേറ്റഡ് ഡെവലപ്മെൻറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ 2025 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ ഒരു ഇയർ ഇൻ റിവ്യൂ എന്ന രീതിയിൽ PIB, അതായത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു നോട്ട്, അതിൻ്റെ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഇൻഡെപ്തിൽ ISROയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ഡെവലപ്മെൻറ്റ്സ് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും റെഫർ ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ്. തീർച്ചയായിട്ടും നിങ്ങളത് നോക്കുക. സോ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഈയിടെ നടന്നിട്ടുള്ള ആർട്ടിമിസ് മിഷൻ അല്ലെങ്കിൽ ആക്സിയം മിഷൻ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ലെവൽ സ്പേസ് റിലേറ്റഡ് ഡെവലപ്മെൻറ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. സോ 4ാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡിഗ്രി ലെവൽ പ്രിലിംസിനായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള PYQ ബേസ്ഡ് മോക്ക് ടെസ്റ്റ് സീരീസിന് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2021 മുതലുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 5 മോക്ക് ടെസ്റ്റുകളും അതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷനുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് GST റിഫോംസ് ആണ്. നമ്മുടെ എക്കണോമിക്സിൻ്റെ 5 പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്ന വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിരുന്നതാണ്. GST വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് സ്റ്റാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരും, കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ വരും. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 2025 സെപ്റ്റംബറിൽ GSTക്ക് ഒരുപാട് റിഫോംസ് കൊണ്ടുവരികയുണ്ടായി. സെപ്റ്റംബർ 20 അത് പ്രാബല്യത്തിൽ വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് GSTയുടെ ടാക്സ് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വന്നു, സ്ലാബ് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വന്നു. അതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട ഐറ്റംസിന് ടാക്സ് റേറ്റ് കുറയുകയുണ്ടായി. ഇപ്പം ഉദാഹരണത്തിന് കാറുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ താഴെയുള്ള കാറുകളുടെയൊക്കെ ടാക്സ് റേറ്റ് വളരെ GST റേറ്റ് നല്ല രീതിയിൽ കുറയുകയുണ്ടായി. അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ്, ആ ടാക്സ് സ്ട്രക്ചറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് GST റിഫോംസിനെ പറ്റി പറയുന്ന ഇതേ PIBക്കകത്ത് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടിൻ്റെ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇൻഡെപ്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സമയപരിമിതി ഉണ്ടെങ്കിൽ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് അറ്റ്ലീസ്റ്റ് നോക്കി പോകാവുന്നതാണ്. 5ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അവാർഡ്സ് ആണ്. അവാർഡ്സ് എപ്പോഴും ചോദിച്ചു വരുന്നൊരു മേഖലയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു വന്നിട്ടുള്ളൊരു അവാർഡ് എന്ന് പറയുന്നത് ജ്ഞാനപീഠ അവാർഡാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട നാഷണൽ അവാർഡ്സും കേരള ബേസ്ഡ് അവാർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പത്മ അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. പത്മ അവാർഡ്സ് ഒരുപാടുണ്ട് ആ ലിസ്റ്റ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ 2026 പത്മ അവാർഡ്സ് നോക്കുകയാണെങ്കിൽ അതിലെ പത്മവിഭൂഷൺ വിന്നേഴ്സിനെയും പത്മഭൂഷൺ വിന്നേഴ്സിനെയും പേരുകളും അവരുടെ കോൺട്രിബ്യൂഷനും അവരുടെ സ്റ്റേറ്റും ഓർത്ത് വെക്കാൻ ശ്രമിക്കും. കാരണം അത് ലിമിറ്റഡ് നമ്പറാണ്. പത്മശ്രീ വളരെ വലിയൊരു ലിസ്റ്റാണ്, അത് ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം പത്മശ്രീയുടെ കാര്യം നോക്കുമ്പോഴേക്കും അതിനകത്ത് കേരളൈറ്റ്സ് ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും ഫോറിനേഴ്സിനും കൊടുക്കാറുണ്ട്. ഫോറിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരും കോൺട്രിബ്യൂഷനും, അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. സോ ഇമ്പോർട്ടൻ്റ് അവാർഡ്സ് നല്ല രീതിയിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഫ്രീ നോട്ട്സ് 1 നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെഫർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.